Make a Statement Jewelry by Claris. കേന്ദ്ര അവഗണനയ്ക്കെതിരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യച്ചങ്ങല തീർത്ത് ഡിവൈഎഫ്ഐ. മലപ്പുറം ജില്ലയിൽ ഐക്കരപ്പടി മുതൽ പുലാമന്തോൾ വരെ ജില്ലയിൽ നിന്നുള്ള പ്രവർത്തകർ കണ്ണികളായി. പെരിന്തൽമണ്ണയിൽ മുതിർന്ന CPM നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി, മുൻ നിയമസഭാ സ്പീക്കറും ഡിവൈഎഫ്ഐ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റുമായ P. ശ്രീരാമകൃഷ്ണൻ, CPM മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം PP. വാസുദേവൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ കണ്ണികളായി. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സംഘടിപ്പിച്ച മനുഷ്യച്ചങ്ങല ശനിയാഴ്ച വൈകിട്ട് 5 മണിക്കാണ് നടന്നത്. കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക വിവേചനം, റെയിൽവേയോടുള്ള അവഗണന, നിയമന നിരോധനം തുടങ്ങിയ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ഇനിയും സഹിക്കണോ ഈ അവഗണന എന്ന പ്രമേയത്തിലാണ് മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചത്. മലപ്പുറം ജില്ലയിൽ ഐക്കരപ്പടി മുതൽ പുലാമന്തോൾ വരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങല തീർത്തു. CPM പ്രവർത്തകർ, തൊഴിലാളി ബഹുജന സംഘടനാ പ്രവർത്തകർ, സ്ത്രീകൾ, കുട്ടികൾ ഉൾപ്പെടെ ആയിരങ്ങൾ മനുഷ്യച്ചങ്ങലയിൽ കണ്ണികളായി. പെരിന്തൽമണ്ണയിൽ മുതിർന്ന CPM നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി, ഡിവൈഎഫ്ഐ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റും മുൻ നിയമസഭാ സ്പീക്കറുമായ P. ശ്രീരാമകൃഷ്ണൻ, CPM മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം PP. വാസുദേവൻ, മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം V. രമേശൻ, ജില്ലാ കമ്മിറ്റി അംഗം C. ദിവാകരൻ, ഏരിയ സെക്രട്ടറി E. രാജേഷ്, CH. ആഷിഖ് തുടങ്ങിയ നേതാക്കൾ മനുഷ്യച്ചങ്ങലയിൽ കണ്ണികളായി. തൃക്കാക്കര മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ ഉമ തോമസിനെതിരെ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ജോ ജോസഫും പെരിന്തൽമണ്ണയിലെത്തി മനുഷ്യച്ചങ്ങലയിൽ കണ്ണിയായി. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം KP. അനീഷ്, ബ്ലോക്ക് സെക്രട്ടറി E. സിജിൽ, പ്രസിഡന്റ് M. ഷാഹിദ്, മുനിസിപ്പൽ ചെയർമാൻ P. ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു. കലാസാംസ്കാരിക പ്രവർത്തകരും വിവിധ കേന്ദ്രങ്ങളിൽ മനുഷ്യച്ചങ്ങലയിൽ പങ്കുചേർന്നു. മനുഷ്യച്ചങ്ങലയിൽ പങ്കെടുത്തവർ പ്രതിജ്ഞ ചൊല്ലി. എന്റെ കർത്തവ്യവും കടമയുമാണ്. എന്നാൽ BJP ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ശത്രു രാജ്യത്തെ പോലെയാണ് കേന്ദ്ര ഭരണാധികാരികൾ കാണുന്നത്. ഈ ക്രൂരതയുടെ ദുരന്ത ഫലം അനുഭവിക്കുന്ന സംസ്ഥാനമാണ് കേരളം. RSSന്റെ വർഗീയ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കുന്നു എന്നതാണ് കേരളത്തോടുള്ള ശത്രുതയ്ക്ക് പ്രധാന കാരണം. അവകാശപ്പെട്ട കേന്ദ്രവിഹിതം നിഷേധിക്കുന്നു. ഉച്ചക്കഞ്ഞി തൊട്ട് പാവപ്പെട്ടവരുടെ ഭവന നിർമ്മാണ പദ്ധതികൾക്ക് വരെയുള്ള വിഹിതം പിടിച്ചുവെക്കുന്നു. രാജ്ഭവനെ BJPയുടെ ക്യാമ്പ് ഓഫീസ് ആക്കിയിരിക്കുന്നു. തുടർന്ന് നടന്ന പൊതുയോഗം മുൻ മന്ത്രിയും മുതിർന്ന CPM നേതാവുമായ പാലോളി മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. താൽപര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നില്ല എന്നുള്ളതാൽ രാജ്യത്തെ നശിപ്പിച്ച് അടങ്ങൂ എന്നുള്ള മട്ടിലാണ് ഗവൺമെന്റിന്റെ പോക്ക്. അതേസമയം അത്തരം ഒരു നിലപാട് ഒരു ഗവൺമെന്റ് എടുക്കുന്ന ഘട്ടത്തിൽ ഒരു സംസ്ഥാനത്തിന് ന്യായമായിട്ടും കിട്ടേണ്ടത് ഔദാര്യം ചോദിക്കുന്നതല്ല, അവരുടെ ഔദാര്യം ചോദിച്ച് അതിന് വേണ്ടി വാദിക്കുന്നതല്ല. കേരളത്തിന് ഇന്ത്യൻ ഭരണഘടന പ്രകാരം അവകാശപ്പെട്ടതാണ് ചോദിക്കുന്നത്. അത് പിടിച്ചു വെക്കുന്നു മോദി ഗവൺമെന്റ്. അത് പിടിച്ചു വെച്ചാൽ ഉച്ചഭക്ഷണം കുട്ടികളുടെ നിഷേധിക്കപ്പെട്ടാൽ, തൊഴിലില്ലായ്മ അതിരൂക്ഷമാക്കിയാൽ അത് കേവലം കമ്മ്യൂണിസ്റ്റുകാരെ മാത്രം ബാധിക്കുന്നതല്ല, അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ മാത്രം ബാധിക്കുന്നതല്ല. കേരളത്തിലുള്ള മുഴുവൻ ആളുകളെയും, എല്ലാ രാഷ്ട്രീയക്കാരെയും, കോൺഗ്രസുകാരെയും അതുപോലെ എല്ലാ രാഷ്ട്രീയക്കാരെയും ബാധിക്കുന്നതാണ്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗം രാഹുൽ അധ്യക്ഷത വഹിച്ചു. പെരിന്തൽമണ്ണ ചെറുകാട് കോർണറിലാണ് പൊതുയോഗം നടന്നത്. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ.